നമ്മുടെ ആധാറിലത്തെ മൊബൈൽ നമ്പർ അപ്പോൾ നമ്മളാദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആധാറിൻ്റെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഇത് നമ്മുടെ ആധാറിൻ്റെ ആപ്പാണ്, ഒറിജിനൽ ഒഫീഷ്യൽ ആപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തിൽ താഴത്തേക്ക് വരുമ്പോൾ മൈ ആധാർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ മൊബൈൽ നമ്പർ കുറച്ച് കിട്ടുന്നത് എനിക്ക് കാണിക്കുന്നത് ഏകദേശം 30 ദിവസമാണ്. അതുപോലെ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് 75 രൂപയുണ്ട്. ആവശ്യമുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ മൊബൈൽ നമ്പറാണ്. നമുക്കൊരു ഫേസ് ഓതൻറ്റിക്കേഷൻ വരും. അപ്പം ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്പും കൂടി നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിങ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിലവിലത്തെ മൊബൈൽ നമ്പർ കാണിച്ചു തരും. എന്നിട്ട് നമ്മൾ താഴത്തായിട്ട് അതിൻ്റെ ന്യൂ മൊബൈൽ നമ്പർ നമ്മൾ അവിടെ കൊടുക്കും. അപ്പോൾ അതിലേക്ക് ഒ ടി പി വരും. അപ്പോൾ നമ്മൾ ഈ ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് നമ്മൾ ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്യണം. ആ ഒരു റൗണ്ടിനകത്തിൽ നമ്മുടെ ഫേസ് വരുന്ന പോലെ വന്നു കഴിയുമ്പോൾ നമ്മൾ കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്യണം. അപ്പോഴാണ് അടുത്ത നെക്സ്റ്റ് പേജിലേക്ക്, പേയ്മെൻറ്റ് പേജിലേക്ക് പോവുക. അപ്പോൾ പേയ്മെൻറ്റ്, ഇത്രേ ഉള്ളൂ പ്രൊസീജിയർ. ഓക്കെ.